ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മളെ ചെറുപ്പശ്ശേരി മാങ്ങോട് നമ്മളെ പിന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതാണ്. അതെ, നമ്മളെ സ്വന്തം അസിക്കാന്റെ ഇതിലാണ്, ഫാമിലാണ്. അപ്പൊ നഴ്സറി ഇതൊക്കെ ബഹുമാനം കൊടുത്ത അസിക്ക വിളിക്കാണ്. ആൾക്കത്ര പ്രായം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ ഇതാണ് J33 അല്ലേ? ഇതില് കണ്ടത്, വീഡിയോയില് കണ്ട ആ ചക്ക. ആ ചക്ക നമ്മളെ വീഡിയോയില് കണ്ടപ്പോ നമുക്കൊരു ആഗ്രഹം ഒന്ന് കൊണ്ടുപോയിട്ട് ഉണ്ടാക്കണം എന്ന്. അപ്പൊ ടോപ്പ് മധുരം, അതിനെ പറ്റി മൂപ്പരനെ പറയാം, അതിന്റെ പ്രത്യേകത. മധുരം എന്ന് പറഞ്ഞാല് സൂപ്പർ മധുരമാണ് J33. ഇതിൽ മധുരമുള്ള ചക്കൽ ഉണ്ടാവട്ടോ, നാടൻ വെറൈറ്റിയിലൊക്കെ മധുരമുള്ള ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ ഹൈബ്രിഡിൽ നമ്മളെ കേരളത്തിൽ കാഴ്ച ലെവലില് ഇതാണ് ഏറ്റവും കൂടുതൽ ടോപ്പ്. 3 വർഷം കൊണ്ട് കഴിക്കൂലേ? 3 വർഷം കൊണ്ട് കായ്ക്കും അല്ലെ? അത്യാവശ്യം വലുപ്പം, അത്യാവശ്യം വലുതാവും. അത്യാവശ്യം വലുതാവും. പിന്നെ മെയിൻ ആയിട്ട് ഇത് വെയില് വേണം അല്ലേ? നല്ല സൂര്യപ്രകാശം, നല്ല വെയില് വേണം, നല്ല ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ ഒരു ചക്ക കൊണ്ടുവച്ചിട്ട് നീണ്ടു പോയി എന്നല്ലാണ്ട് വെയിലില്ലാതെ സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാവ് നടാതിരിക്കുക ഏറ്റവും നല്ലതാണ്. അതെ, വെറുതെ നമ്മളൊരു പൈസ മുടക്കിയിട്ട് പ്ലാവ് വെച്ചിട്ട് അതിന് പ്രതീക്ഷ കൊടുത്തിട്ട് കാര്യമില്ല. അതെ അതെ അതെ. പിന്നെ നമ്മള് തൈ വെക്കുമ്പോ ഇതാണ് മെയിൻ ആയിട്ട്, സൂര്യപ്രകാശം, പിന്നെ വേനൽക്കാലത്ത് നന, അതേപോലെ ചാണകപ്പൊടി, ആട്ടുംകഷ്ണം, പ്ലാവിന് വേണ്ട വളം, പിന്നെ നമ്മളെ സാന്നിധ്യം അത് നിർബന്ധമാണ്. എന്നാലും ആ തൈയിന്റെ വളർച്ച നമുക്ക് ഒന്ന് തൊട്ട് തലോടെ വെറുതെ ഒരു പണിയില്ലല്ലോ. വെറുതെ ചെടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത് നിന്ന് പോവുക, ഒരു ദിവസം പോവുക, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പോരുക. അപ്പൊ ആ ചെടിക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ചെടി ഒരിക്കലും നഷ്ടു പോവില്ല. അതായത് ഒരു കംപ്ലൈന്റ് സ്റ്റാർട്ടിങ് ആകുമ്പോ, ഒരു മനുഷ്യന്റെ കാര്യമായാലും നമുക്കൊരു ചെറിയ അസുഖം വന്ന് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചികിത്സിച്ചാൽ ഭേദാക്കാൻ, ആ അസുഖം വലുതായി കഴിഞ്ഞാലോ. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ ചെറിയ കാര്യങ്ങളല്ലേ. നമ്മളെന്തായാലും ഇതിനൊന്നും എടുക്കുന്നുണ്ട്. അതെ. ഇതിപ്പോ എന്താണ് ശരിക്കും ഇതിന് വില? ഇത് നമുക്ക് വലിയ പ്ലാന്റ് 350 അറ്റത്തേക്കൊക്കെ ഉള്ള പ്ലാന്റ്. 6 മാസം, എത്ര മാസം? ഒരു ടോട്ടൽ 8 മാസം പ്രായം ഉണ്ടാവും. 8 മാസം ടോട്ടൽ പ്രായം, സ്റ്റാർട്ടിങ് മുതൽ അല്ലേ? അപ്പൊ 350 ആണ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള നിൽക്കുന്ന. പിന്നെ അതിന്റെ ചെറുതിന്റെ നമ്മള് 150 ഉണ്ട്. പിന്നെ ഇത് മാത്രല്ല കേട്ടോ, പ്ലാവ് മാത്രല്ല കേട്ടോ, ഇപ്പൊ ഞങ്ങൾ കണ്ടമാനം വേറെയും കുറേ വീഡിയോയിൽ കാണിക്കാം. എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. നമുക്ക് ഇതിന്നൊരു തൈ വേണ്ട, അതിന് നല്ലൊരു അടിപൊളി തെയ്യോ. പിന്നെ നമുക്കൊരു 350 നല്ല സൂപ്പർ തെയ്യങ്ങൾ തരുമ്പോ നല്ല സാധനമായിരിക്കും, നല്ല വൃത്തിയിലെ തെയ്യായിരിക്കും. നമ്മളെ തൈയൊക്കെ ഒരേ ലെവലുണ്ടാവുക. ഏകദേശം ലെവൽ നമുക്ക് ഒന്നും അറിയില്ല കേട്ടോ. ആയിക്കോട്ടെ. ജില്ലയിൽ വലുതരണ ഒക്കെ ഒരു ഐറ്റാണ്, ചിലതൊരു 3 ഇഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവുക. തന്നെ ആയാലോ? ആയിക്കോട്ടെ, അതായിക്കോട്ടെ. ഇതാണ് നമ്മളെടുത്ത തയ്യ്. ഇനി കായ്ച്ചിട്ട് തിമത്ത ചക്ക നമുക്ക് കൊടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് വീഡിയോ ചെയ്യട്ടെ, വെക്കണതും അതിന്റെ പരിചരണം. സംശയം ഉണ്ടെങ്കിലും അപ്പൊ വിളിച്ചാ അപ്പൊ കേട്ടോ. ഓക്കെ. പുള്ളി എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യണത് നമുക്ക് ഈ ഭാഗം കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിരാണ്. കാരണം ഫുള്ള് പച്ച വിരിച്ച് ഇങ്ങനത്തെ അല്ലേ വളം. ഇതെന്താണ് വളം? എന്താണ് ഇത്? ചാണകവും ഗോമൂത്രവും പിന്നെ തൗത്ത് കഴുകിയ വെള്ളമൊക്കെ പടത്തിൽ വന്ന് ചാടും. അത് ശരി. കൂടുതൽ ചാണകം പറ്റി നമ്മള് കോരി തൗത്ത് ഒഴിവാക്കിയിടും. എന്നിട്ട് വേറെ ഈ വെള്ളം മാത്രത്തേക്ക് വരും. അത് നേരെ നമ്മൾ പൈപ്പ് മോട്ടർ വെച്ച് അടിച്ചിട്ട് നേരെ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അത് ശരി. അപ്പൊ ചെടികൾക്ക് നമുക്ക് വേറൊരു വളം മേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല സംഭവം അല്ലേ ഈ വളം. ഈ മൂത്രം കിട്ടിയാലോ, ഗോമൂത്രം കിട്ടിയ വളമായി നല്ല വളം. ഓക്കെ. ഓറഞ്ച് അല്ലേ? ഓറഞ്ച് ഇപ്പൊ നമ്മളെ നെല്ലിയാമതി. ഇത് കഴിച്ചപ്പോ നമ്മളിപ്പോ ആദ്യമായിട്ട് നമ്മളെ നാട്ടിൽ ഇവിടെ കാണും കേട്ടോ. നമ്മളെ പ്ലാന്റിൽ ഇങ്ങോട്ട് നിന്നോളി ശിവായി. ഫുള്ള് ഓറഞ്ച് തന്നെയല്ലോ. ഇതൊക്കെ ആവാറായി ഒന്നിനും സൈസ് വരും കേട്ടോ. ശരിക്കും നമ്മളെ നാട്ടിലത്തെ ഓറഞ്ചിന്റെ സീസൺ പോയി കേട്ടോ. പുളിയില്ല. നമ്മളെ നാട്ടിലത്തെ ഓറഞ്ചിന്റെ സീസൺ പോയി. അപ്പോഴാണ് ഇവിടെ സീസൺ ആവണുള്ളൂ. ഇത് ഇവർക്ക് കഴിക്കാൻ വേണ്ടി മാത്രം കൊണ്ട് വെച്ചതാണ്. എല്ലാ വെറൈറ്റി ഓരോന്ന് വെക്കും. എന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയത് നമുക്ക് ഇനി ഇതിന്റെ തൈ ധൈര്യമായിട്ട് ഉൽപാദനം ചെയ്ത് കൊടുക്കാം. അത് ശരിയാ. അടുത്ത വർഷത്തേക്കൊക്കെ നോക്കണം. രസമുണ്ട്. ചെറുതായിട്ടൊന്നും ഇതല്ലേ നല്ല സൈസ് വരും. അത് ശരി. അത്യാവശ്യം വലുപ്പം വരും അല്ലേ? പുളിയില്ല. അതാണ് നല്ല മധുരം. എന്തോ കൂടുതൽ മധുരല്ല, പക്ഷെ പുളിയില്ല. ജ്യൂസ് അടിക്കാനൊക്കെ പറ്റാ. അത് ശരി. ഓവർ മധുരല്ല.
ആസിഖാന്റെ പിന്നെ ഏറ്റവും വലിയ പ്ലാന്റ് ആട്ടത് അല്ലേ? ഇതിലും വലുതുണ്ട്. ഇതിലുണ്ട് ഇനി. ശരി, ഇതിപ്പോ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഏകദേശം എത്ര രൂപ കൊടുക്കുക? ഇത് 400 രൂപ. ഇത് 400 രൂപ കേട്ടോ ഒരു തൈന് വരുന്നത് അല്ലേ? ഇതിപ്പോ എത്ര പ്രായം ഉണ്ടാവും ഏകദേശം? ഇതൊരു 7 മാസം. 7 മാസം. ഇത് കായ്ക്കാൻ എത്ര ടൈം എടുക്കും? ഇത് കായ്ക്കും 1.5 വർഷം. 1.5 വർഷം കൊണ്ട് കായ്ക്കും അല്ലേ? 1.5 വർഷം കൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള, അത്യാവശ്യം ക്ലിയർ ആയി വരും. ഞാൻ പറഞ്ഞല്ലേ എന്ത്, നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് തയ്യാവാനും ടൈം വരുള്ളൂ. അതിനുശേഷം പിന്നെ വളർച്ച നല്ല രീതിയിൽ വരും. നമ്മളെ പരിചരണം പോലെ ഇരിക്കട്ടെ, എല്ലാ കാര്യവും അങ്ങനെയാണ്. അതെ, പ്ലാവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സാന്നിധ്യം എപ്പോഴും വേണതിന് അല്ലേ? പിന്നെ വെള്ളവും വളമൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കണം. വെള്ളം കറക്റ്റ് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. നമ്മളിപ്പോ അടുത്തൊരു പെരയിൽ പോയി നോക്കി, അപ്പൊ അവിടെ മറ്റേ റംബുട്ടാൻ ഈ സാധനങ്ങൾ വളഞ്ഞു നിക്കാത്രേ. സീസൺ ആയില്ലേ? ആ, അപ്പൊ അവൾക്ക് ഭയങ്കര ആഗ്രഹം റംബുട്ടാൻ എന്തായാലും വേണം. ഒരു ഇത്രയും പെട്ടെന്ന് റംബുട്ടാൻ നമ്മുടെ കുടിയിൽ വേണം. കാഴ്ചകൾ റംബുട്ടാൻ ഇത് കൊണ്ടൊക്കെ നമുക്ക് അടുത്ത വർഷം അല്ലെങ്കിൽ എന്റെ മുകളിലത്തെ വർഷം ആയിക്കോട്ടെ. അപ്പൊ ഇതാണ് ഏറ്റവും കുറച്ചുകൂടി വലിയൊരു പ്ലാന്റ്. വലിയ വീനസ് സൂപ്പറിന്റെ കുറച്ച് വലിയ പ്ലാന്റ്. അത് J33 അല്ലേ? അല്ല, ഇതും സൂപ്പർ അല്ല. അതെ, 33 അപ്പുറത്തിരിക്കണം. അപ്പുറത്ത് റംബുട്ടാന്റെ ഉണ്ട് അല്ലേ? റംബുട്ടാന്റെ ഈ സെക്ഷൻ ആണ്. അതെ അതെ, ഇതാണ് ഏറ്റവും കുറച്ച് വലിപ്പമുള്ള. ഇത് നമ്മളൊരു മീഡിയം സൈസ്. മീഡിയം സൈസ്. ഇതിനിപ്പോ എത്ര ചാർജ് ചെയ്യണം? അപ്പൊ ഇത് നമ്മൾ 100 രൂപ. 100 രൂപ ഇതിന്, ഈ വലിപ്പത്തിന് അല്ലേ? റംബുട്ടാനോ? റംബുട്ടാൻ നമുക്ക് 200 സ്റ്റാർട്ടിങ് 200 രൂപ അല്ലേ? അപ്പൊ ഏകദേശം എത്ര പ്രായം ഉണ്ടാവും റംബുട്ടാനെ? അതിപ്പോ ഒരു 4 മാസം. 4 മാസം അല്ലേ? ഇത് നമുക്കൊരു ടോട്ടൽ 6 മാസം പ്രായം. 6 മാസം ഇത് ടോട്ടൽ അല്ലേ? ഇത് ഏതാണ്ട് ഏകദേശം ഈ നിൽക്കുന്ന ലൈനിലുള്ള ഒക്കെ ഏകദേശം ഒരു ടൈമുള്ളതല്ലേ? അതെ അതെ, ഒക്കെ ഒരു ഇതുണ്ട്. കാലത്തന്നെ എണീറ്റിട്ട് തുടങ്ങുന്നതിൻ്റെ പിന്നെ പരിചരണം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇത്. എന്താ പറഞ്ഞേ? അല്ല, പന്നികളെ ശല്യേ. പന്നികളെ ശല്യം നല്ല ഉണ്ടല്ലേ? 15,000 തൈയാണ് ഈ ഇരിക്കണത്. ഏത് തൈ കാണുന്നതൊക്കെ ഇത് കണ്ടില്ലേ? ഫുള്ള് തല കട്ട് ചെയ്യും. പിന്നെ അതേപോലെ ചില തൈ പറിച്ചിടും, കടിച്ച് പറിച്ചിടും. അത് ശരി, നല്ല ബുദ്ധിമുട്ടാണല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ മറ്റേ വൈദ്യുതി കടത്തി വിടണം നല്ല സംഭവമില്ല കൊച്ചിയിലൂടെ? നമുക്ക് ജനങ്ങളെ മനുഷ്യന്മാരുടെ കാര്യം നോക്കണ്ട, ആരെങ്കിലും വന്ന്. അത് ശരിയാണ്, വെയിലിട്ടിട്ട് കാര്യമില്ല അല്ലേ? വെയിലിട്ടിട്ട് കാര്യമില്ല, നല്ല ബുദ്ധിമുട്ടാണ്. അത് ശരി, പരിപാലിക്കാനാണ് ബുദ്ധിമുട്ട് അല്ലേ? നല്ല ബുദ്ധിമുട്ട്. കണ്ടില്ലേ, തലപ്പ് പിടിച്ചിട്ടല്ലേ? കുറെ തൈ പറിച്ചിട്ടുണ്ടാവും. അത് ശരി, അത് വീണ്ടും നമ്മൾ അതിൽ വെക്കും. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടോ പുള്ളി ഈ ലെവലിലേക്ക് എത്തിക്കണം കേട്ടോ. നല്ലൊരു പ്ലാന്റാണ് പുള്ളിയുടെ. പന്നിലൊക്കെ ശല്യം നല്ല ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി പുള്ളി കാണുന്നുണ്ടാവും. ഇത് ബെഡ് ചെയ്തല്ലേ? അപ്പൊ ഇതാണ് ബെഡ് ചെയ്ത് അല്ലേ? ഇതിപ്പോ എത്ര ദിവസമായിട്ടാണ് ബെഡ് ചെയ്തിട്ട്? ഇത് ബെഡ് ചെയ്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞു. 2 മാസം ഇല്ലേ? 2 മാസം കഴിഞ്ഞു. വലിയതാവുള്ളൂ ബെഡ് ചെയ്ത് നമുക്കൊരു 45 ദിവസം കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിടുള്ളൂ. ശരി, ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലാണ് ബെഡിന്റെ മൂലം വരുന്നത്. പിന്നെ ഇവിടുന്ന് മുളക് 15 ദിവസമാവും. ഇത് 2 മാസം പോലെ, ഇതൊരു 3 മാസത്തോളം പ്രായമായിട്ടുണ്ടാവും. 3 മാസം. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് വളർച്ച വരിക. ഈ 3 മാസം എന്ന് പറഞ്ഞാൽ ഈ 3 മാസത്തിന് ശേഷം വളർച്ച വരിക. അപ്പൊ അതിന്റെ പല സ്റ്റേജിലാണ് ആയിരിക്കുന്നത്. ഇതാണ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജ് വരിക. പിന്നെ നമ്മളിത് റീബാക്ക് ചെയ്തിട്ട് നമുക്ക് വിൽപ്പനക്ക് തയ്യാറാണ്. പിന്നെ ബെഡ് ചെയ്തതിന്റെ സംഭവം കാണുന്നതൊക്കെ ഈ സൈഡിൽ മൊത്തം കാണുന്നുണ്ടല്ലേ? അതെ, ഇതൊക്കെ ബെഡ് ചെയ്തതിന്റെ ഒരു ഏരിയ, ബെഡിങ്ങിന് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ? ചക്കട ഒരു മായാലോകല്ലേ? കഴിഞ്ഞില്ലേ? ഇതിന്റെ വലുതാണ് അപ്പുറത്ത് വെച്ചില്ലേ? കുറച്ചുകൂടി ഒരു പ്രായം കൂടിയത്. ഇതിന്റെയൊക്കെയാണ് ഒന്നുകൂടി. ഇനി ഇത് ഓരോ ദിവസം കൊണ്ട് തൈന് മാറ്റം ഇങ്ങനെ വരും. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്റ്റേജായി കിട്ടാനുള്ളൂ. ഇനി ഒരു 3 മാസം കൊണ്ട് ഈ ചെടി നമുക്ക് റീബാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 അടി ആയിട്ട് വരും. 2 അടി ആയിട്ട് വരും. ഇനി ഒരു 3 മാസം കൊണ്ട് ഇത് കൂടാതെ 2 അടി ആയിട്ട് വരും. 2 അടി ആയിട്ട് വരും. ചക്ക ഉണ്ടായിണ്ടല്ലോ, പക്ഷെ പഴുത്തിട്ടില്ലല്ലേ? പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കഴിച്ചു പോവായിരുന്നു. അപ്പോ ഇത് വിയറ്റ്നാം സൂപ്പർ അല്ലേ? വിയറ്റ്നാം സൂപ്പർ അല്ലേ? ഇത് എത്ര വർഷം കൂടെ കഴിക്കും? ഇത് കറക്റ്റ് പരിചരണം ഉണ്ടെങ്കിൽ 1.5 വർഷം മാക്സിമം. നമ്മൾ എന്തായാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു ചെയ്യാം. മെയിനായിട്ട് സൂര്യപ്രകാശം.
ഏത് തൈ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടണം, നല്ല വെയിൽ കിട്ടണം, വെയിൽ കിട്ടണം. അതേപോലെ വേനൽക്കാലങ്ങളിൽ നനച്ചു കൊടുക്കണം. പിന്നെ നടുന്ന ടൈമിൽ ആട്ടും കാഷ്ടം ചാണകപ്പൊടി നമ്മൾ ചെയ്യുന്ന വളങ്ങൾ കേട്ടോ, ആട്ടും കാഷ്ടം ചാണകപ്പൊടിയും പാടെ മിക്സ് ചെയ്തിട്ടാ തൈ വെക്കുക. പിന്നെ തയ്യ് നമ്മൾ വെക്കുമ്പോഴും മണ്ണിന്റെ അടിയിൽ വെച്ച് കൊടുക്കരുത്, മുകളിൽ വെച്ച് കൊടുക്കണം. മുകളിൽ വെച്ച് കൊടുക്കണം അല്ലേ. പിന്നെ വെള്ളം കറക്റ്റ് ആയിട്ട് കൊടുക്കണം. 2 നേരം 2 നേരം ഒന്നും വേണ്ട, ഒറ്റ നേരം വെച്ച് അല്ലേ. ആ ഫസ്റ്റ് വെച്ച ടൈമിൽ ഒറ്റ നേരം നനച്ചു കൊടുക്കണം. കൂടുതൽ നമ്മൾ ചക്ക എന്തെങ്കിലും ചെയ്യണോ? കൂടുതൽ ചക്കണ്ട തന്നെ നനവ് നമ്മളെ പരിചരണം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളെ തൈയിന്റെ അടുത്ത് വരണം, നമ്മളെ സാന്നിധ്യമാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും ഒരു ദിവസം ഒരു ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ഡെയിലി കാണാനല്ലേ, എപ്പോഴും കാണുമ്പോൾ നമുക്ക് മാറ്റം തിരിച്ചറിയാൻ പറ്റില്ല. ഇതിപ്പോ അത്യാവശ്യം ഒരു 5 ചക്ക ഉണ്ടായില്ലേ? ഉണ്ട്, ചക്ക ഉണ്ടാവും. ഇപ്പൊ ഏതാണ്ട് സീസൺ കഴിയാറായില്ലേ. പ്രാവശ്യം കാലാവസ്ഥയുടെ ചെറിയ വ്യത്യാസം വന്നു. ചക്ക മാത്രല്ല കേട്ടോ, പിന്നെ എല്ലാ സംഭവങ്ങളും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി. ഒരു അടിപൊളി. പിന്നെ മൂച്ചി നല്ല മാങ്ങ ഉണ്ടാകണം, മൂച്ചി തൈൻ്റെ കൂടെ. പിന്നെ വേറെ പല ടൈപ്പ് പേര് പെട്ടെന്ന് കണ്ടാലോ, പല ടൈപ്പ് തൈകളുണ്ട്. ഇങ്ങനെ ഒരു ഭാഗത്തല്ല കേട്ടോ, ഇങ്ങനെ പല ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് നടന്ന് കാണാനുണ്ട്. ഇങ്ങോട്ട് പല പല പിന്നെ തോട്ടങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുള്ളി ഈ സംഭവങ്ങളൊക്കെ. അവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ ചേട്ടാക്കാം. അപ്പൊ ഇവിടെ ആഗ്രഹപ്രകാരമായിട്ട് നമ്മൾ ഇപ്പൊ റംബുട്ടാൻ പിടിച്ചിരിക്കണത്. നമ്മൾ ഇവിടെ വന്നപ്പോഴേ അവൾക്ക് റംബുട്ടാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ഒന്ന് പറഞ്ഞാൽ നിങ്ങള്? ഇത് നിങ്ങൾ കറക്റ്റ് പരിചരണം ഉണ്ടെങ്കിൽ, പരിചരണം എന്ന് പറഞ്ഞ മെയിൻ പറഞ്ഞ പോലെ സൂര്യപ്രകാശം, വെള്ളം, സാന്നിധ്യം, ചാണകപ്പൊടി, ആട്ടും കഷ്ടം, മെയിൻ എല്ലാ ചെടികൾക്കും നമുക്ക് ആ വളയം വേണ്ടല്ലോ. പിന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ എത്ര വർഷം കൊണ്ട്? ഇത് 1.5 വർഷം. അതായത് ഇതിപ്പോ മെയ് മാസല്ലേ, അടുത്ത ഡിസംബറിൽ, ഈ ഡിസംബർ അല്ല, അടുത്ത ഡിസംബറിൽ റംബുട്ടാൻ ഫ്ലവറിംഗ് ടൈമാണ് ഡിസംബർ. പിന്നെ കാലാവസ്ഥയിലൊക്കെ ചിലപ്പോൾ ഈ ഡിസംബറിൽ ഇതിന് പല ഐറ്റംസ് ഉണ്ട് റംബുട്ടാനിൽ. ഇതിപ്പോ കളറിന് വ്യത്യാസം വരുന്നില്ല, ചിലത് ഓറഞ്ച് ഉണ്ടാവും, ചില റെഡ് ഉണ്ടാവും, മഞ്ഞ ഉണ്ടാവും അല്ലേ? ഇത് റെഡ് NIT ആണ്. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന NIT ആണ്. പിന്നെ വെറൈറ്റികൾ കുറെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് എന്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ, പലർക്കും പല അഭിപ്രായം ഉണ്ട്, NIT ആണ് നല്ലത്, കാപ്പിടുത്തോ കൂടുതലും. പിന്നെ വേറെ വെറൈറ്റികൾ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഈ അപ്പൊ നമ്മളെ പിന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് ഇവരുടെ നമ്പർ. അപ്പൊ പിന്നെ തെയ്യമാണെങ്കിൽ എന്ത് വേണമെങ്കിലും പുള്ളി വിളിച്ചോളി. അതെ, നമ്മളിപ്പോ ഇവിടെ കണ്ട് വിശ്വാസമായതാണ്. ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. നമുക്ക് അവരെ കൈ കൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെടുക്കുന്നത്. എങ്ങനെയാണ് സംഭവം? കായയാണോ കുഴിച്ചിട്ട്? ഇതിപ്പോ നമ്മള് ഇതിന്റെ സ്റ്റെമ്മ കുഴിച്ചിട്ട് അങ്ങനത്തെ ഓരോ തണ്ടുകൾ കട്ട് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണട്ടോ. നമ്മൾ ഈ പ്ലാവ്, റംബൂട്ടാന്, പിന്നെ കായ്ക്കുന്നതാണ്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് സംഭവം കാണാം ഇതിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇത് കാണുന്നത് കേട്ടോ. ഡ്രാഗൺ അതിന്റെ താല്പര്യപ്രകാരം ഒരെണ്ണം കൊടുത്തു, സെയിലിംഗ് അല്ല. ഇല്ല, സെയിലിംഗ് ഒന്നും. ഓക്കെ, ശരി. അപ്പോ പിന്നെ നമ്മളിവിടെ ഒക്കെ ചുറ്റി നടന്ന് ഫുള്ള് കണ്ടു. ഇവരെ നഴ്സറി കംപ്ലീറ്റ് കണ്ടു. അടിപൊളിയായിട്ടുണ്ട്, ഇവരുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. അതെ, 2 തൈ, ഒരു റംബുട്ടാനും ഒരു പ്ലാവും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് വന്നിട്ട് തെയ്യൊക്കെ മേടിച്ചു പോകുക. നമുക്ക് തൊട്ടടുത്തുള്ള നഴ്സറി വിശ്വാസം മേടിക്കട്ടോ. നഴ്സറിയിലുണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നല്ല അടിപൊളി സാധനങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കട്ടെ. കാരണം പല വലുപ്പത്തിലും ഉണ്ട്, നമുക്ക് ഏത് വലുപ്പത്തിലും വേണം എടുത്ത് പോവാ. നമ്മളെന്താ വെച്ചാൽ നമ്മള് വെറൈറ്റി നമ്മൾ കറക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മളെ ഉസാറിന് ഇപ്പൊ എന്താ പറ്റി? അതെ, ശരി. അപ്പൊ നമ്മള് വന്ന കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും. അതുകൊണ്ടാണ് ഉഷാറില്ലാത്ത വീഡിയോയില്. നമുക്ക് ഇന്നൊരു ഒഴിവിട്ടേക്ക് നമ്മള് പോകുന്നതാണ്. അപ്പൊ എന്തായാലും പിന്നെ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.